മനേഷ്, ചെന്നൈയും മെട്രോ നഗരമാണ്. അവിടെയും ഈ പറയുന്ന പോലെ ഹോസ്റ്റലുകളുണ്ട്, മെസ്സുകളുണ്ട്, ക്യാൻറ്റീനുകളുണ്ട്. ഭക്ഷണം ഹോട്ടലിൽ നിന്ന് മാത്രം കഴിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അപ്പോൾ അത് കൂടിയ ഹോട്ടലാണെങ്കിലും കുറഞ്ഞ ഹോട്ടലാണെങ്കിലും ഗ്യാസ് ഇല്ലാതെ കുക്കിംഗ് നടക്കൂലല്ലോ. എന്താ അവസ്ഥ? PG-കൾ ഹോസ്റ്റലുകളിലൊക്കെ രാവിലെയും വൈകിട്ടും നൽകിയിരുന്ന ചായ അത് നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു. ഭക്ഷണത്തിന് വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്നും അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വള്ളൂർക്കോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു മലയാളിയുടെ ചായക്കടയുണ്ട്. ഇവിടെ പ്രധാനമായും ചായയും അതുപോലെ തന്നെ ചെറിയ ചില ചാറ്റ് ഐറ്റംസ് മാത്രമാണ് ഗ്യാസിൽ ചെയ്യുന്നത്. പക്ഷേ അവരും വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ അവർ ഗ്യാസ് സംഘടിപ്പിച്ചത് വലിയ വില നൽകിയാണ് ഓരോ സിലിണ്ടറും അവർ സംഘടിപ്പിക്കുന്നത് എന്നതാണ്. ആ രീതിയിൽ വളരെ ചെറിയ കടകളെ പോലും വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് ഈ ഗ്യാസിൻ്റെ ഒരു ദൗർലഭ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്ക് അവരുടെ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. എന്താണ് നിലവിലുള്ള ഒരു സ്ഥിതി എന്നുള്ളത്. എന്താണ് ഗ്യാസ് കിട്ടാനില്ല. അതായത് ഇപ്പോൾ 2800 1900 വാങ്ങുന്ന ഗ്യാസൊക്കെ ഇപ്പോൾ 5000 5500 കൊടുത്താണ് വാങ്ങുന്നത്. ഇപ്പോൾ ചായക്ക് 2 രൂപ കൂട്ടി, കച്ചവടത്തിനും ബാധിക്കുന്നുണ്ട്. കസ്റ്റമറൊക്കെ 2 രൂപ കൂട്ടി നിങ്ങൾ ഗ്യാസിന് വില കൂട്ടിയിട്ടാണ് കൂട്ടുന്നത്, കുറയ്ക്കുക ആ ചോദ്യമാണ് ചോദിക്കുന്നത്. സാധാരണ ബുക്ക് ചെയ്ത് എത്ര സമയം എടുക്കും? അല്ലേ, നമ്മൾ ഇത് കറണ്ട് ഹൗസ് വാണിജ്യ സിലിണ്ടർ അല്ലേ, അത് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ കൊണ്ടുവന്ന് തരും. ഇപ്പോൾ അത് അവർക്കൊന്നും കിട്ടാനില്ല. അവരിപ്പോൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഗ്യാസ് സപ്ലൈ ചെയ്യണമല്ലൊക്കെ. ഹാഷ്മി, സ്മിത, അപ്പോൾ അതാണ് ഈ പറഞ്ഞ രീതിയിൽ നേരത്തെയൊക്കെ വളരെ വേഗത്തിൽ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗ്യാസ് കൊണ്ടുവന്ന് തരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നു. മാത്രമല്ല ചായയുടെ വിലയൊക്കെ കൂട്ടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള ചായക്കടയെ പോയി ചോദിച്ചപ്പോൾ അവിടെ ഗ്യാസ് ഓൾമോസ്റ്റ് തീരാറായി. ഇനി പകുതി കുറ്റി മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ചായ ഏതാണ്ട് അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുക. ഓർത്തു നോക്കണം, ലോകത്ത് എവിടെയോ നടക്കുന്ന ഒരു യുദ്ധം അത് കേവലം യുദ്ധമല്ല. 10 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ വീട്ടകങ്ങളിൽ അടുക്കളയിലേക്ക് അതിന്റെ പ്രതിസന്ധി വളരെ ആഴത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഇത് പുതിയ കാല യുദ്ധങ്ങൾ ഇങ്ങനെയാണ്, അത് കുഞ്ഞുകളിയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.